അങ്ങനെ ആകെ മൊത്തം അലങ്കോലമായി കിടന്ന നമ്മുടെ സ്റ്റാൻഡിനെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചാൽ പോരല്ലോ. ഇനി നമുക്ക് അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ. ഇന്നത്തെ പരിപാടി അപ്പോൾ അതാണ്. ഞാൻ ഐയോട് ഇവിടുത്തെ ഒരു പിക്ചർ ഇട്ടിട്ട് ചോദിച്ചപ്പോൾ അവർ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത്ര കണ്ട് അങ്ങോട്ട് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ചല്ലേ സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞ അനുസരിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൊക്കിൽ ഒതുങ്ങില്ല കേട്ടോ. എന്തായാലും ഞാൻ അവിടെ അത് സ്റ്റാൻഡിൽ വെക്കാനായിട്ട് വൈറ്റ് പോട്ട്സാണ് മേടിച്ചിട്ടുള്ളത്. വൈറ്റ് ആകുമ്പോൾ കൂടുതൽ സ്റ്റാൻഡേർഡ് ആണല്ലോ, കാണുമ്പോൾ നല്ല സിമ്പിളായിരിക്കും, എന്നാൽ കാണാൻ നല്ല ലുക്കും ആയിരിക്കും അല്ലേ. അങ്ങനെ കുറച്ചധികം വൈറ്റ് പോട്ട്സ് മേടിച്ചിട്ടുണ്ട്. സെറാമിക് പോട്ട്സ് ഒക്കെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സെറാമിക് പോട്ട്സ് ആകുമ്പോൾ എനിക്കും താങ്ങാൻ പറ്റില്ല, പിന്നെ നമ്മുടെ സ്റ്റാൻഡിനും ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പ്ലാസ്റ്റിക് പോട്ട്സ് ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ, നമുക്ക് പറ്റുന്ന എനിക്കും അഫോർഡബിൾ ആണ്, പിന്നെ നമ്മുടെ സ്റ്റാൻഡിനും വലിയ പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ അതിനകത്ത് പോട്ട്സ് ഹോൾസൊക്കെ എടുത്തിട്ട് അതിനകത്ത് വെക്കാൻ കുറച്ച് പ്ലാന്റ്സ് ഒന്ന് കളക്ട് ചെയ്തെടുക്കണം. അതിന് പ്രത്യേകിച്ച് പ്ലാന്റ്സ് ഒന്നും ഞാൻ മേടിക്കാൻ പോയില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ വെച്ചങ്ങ് റെഡിയാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആദ്യം 2 പ്ലാന്റ് പോട്ട് ചെയ്യുന്ന വീഡിയോ വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നീടാണ് ഓർത്തത് വീഡിയോ നമ്മുടെ പോട്ടിൽ ഹോൾ ഇടാൻ പോയ സമയം വീഡിയോ ഓഫാക്കി വെച്ച കാര്യം പിന്നീടാണ് ഓർത്തത്. അങ്ങനെ എന്തായാലും എല്ലാ പ്ലാന്റ്സും നടുന്നത് സെയിം ഒരുപോലെ തന്നെയാണല്ലോ, പിന്നെ നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കും വേണ്ടല്ലോ. അങ്ങനെ കുറച്ച് സിങ്കോണിയംസും ഒക്കെ ഇതുപോലെ ചെറിയ പോട്ട്സിൽ നട്ടു. നമ്മൾ കരിയിലയിലാണ് ഞാൻ പ്ലാന്റ് നടുന്നത്. അപ്പോൾ കരിയില ഇരിക്കുന്ന ചാക്ക് ഞാൻ അതുപോലെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് കരിയില എടുത്തുകൊണ്ട് വരുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ പോകേണ്ടി വരും. ഞാൻ അങ്ങനെ പതിയെ ഒരു ചാക്കിങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കരിയിലയിൽ നട്ടു കൊടുക്കാം. ആ ചെറിയ പോട്ട്സിലെല്ലാം സിങ്കോണിയംസ് ഒക്കെ നട്ടപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കുറച്ച് വലിയ പോട്ടുണ്ട്, അതിനകത്ത് വെക്കാനായിട്ട് ഒരു പോട്ടുണ്ട്. ഈ കറുത്ത പോട്ടിൽ ബ്ലാക്ക് കളറിലെ പോട്ടിൽ നമ്മൾ നട്ടിട്ട് എടുത്ത് ആ വൈറ്റ് പോട്ടിനകത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇൻഡോർ പോട്ടാണ്. ഞാനിപ്പോൾ എന്തായാലും ഔട്ട്ഡോറാണ് വെക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ വൈറ്റ് പോട്ടിലും പ്ലാന്റ് നടാം, ഈ ബ്ലാക്ക് പോട്ടിൽ പ്ലാന്റ് നട്ട് വേറെ വെക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്തായാലും നമുക്ക് ഇൻഡോറിൽ വെക്കുന്നത് പോലെ തന്നെ ബ്ലാക്ക് പോട്ടിനകത്ത് നട്ടതിന് ശേഷം വൈറ്റിനകത്തേക്ക് ഇറക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1-2 അഗ്ലോണിമ എൻ്റെ കയ്യിലുണ്ട്, അത് നടാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പ്ലാന്റ്സൊക്കെ നട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്ലാന്റ്സും നട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. അപ്പോഴല്ലേ അതിൻ്റെ ഭംഗി കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അഗ്ലോണിമ എൻ്റെ കയ്യിലിപ്പോൾ ഈ അഗ്ലോണിമ എനിക്ക് അറിയാമെന്നുള്ളൊരു ചേച്ചി എനിക്ക് തന്നതാണേ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ആ അഗ്ലോണിമ മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ കൂടിയ അഗ്ലോണിമ, അതേ റേറ്റുള്ള അഗ്ലോണിമയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. റെഡ് അഗ്ലോണിമാസ് ഒന്നും എൻ്റെ കയ്യിലില്ല, വേണമെന്ന് ആഗ്രഹമുണ്ട്. വഴി എപ്പോഴെങ്കിലുമൊക്കെ പതിയെ നമുക്ക് മേടിക്കാവേ. ഈ ഒരു ബിഗോണിയും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ആത്തമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ലീഫൊക്കെ കുറച്ച് കൊഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളയാം. അതുപോലെ ഈ ആത്തമരം ഇവിടെ നിൽക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചത്. കാരണം ഇതിനകത്ത് വെക്കുന്ന പ്ലാന്റ്സ് എല്ലാം അധികം വെയിൽ വേണ്ടാത്ത പ്ലാന്റ്സ് ആണേ. ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് പോട്ട്സൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ വോള് വൈറ്റ് കളറ്, അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു പിങ്കിഷ് കളർ വന്നപ്പോൾ പിങ്ക് കളർ വന്നപ്പോൾ കാണാനൊരു രസമുണ്ട്. അതിനകത്ത് ഈ വൈറ്റ് പോട്ടും കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു പച്ച കളറിലെ ഗ്രീൻ കളറിലെ ലീഫുള്ള പ്ലാന്റ്സ് വെക്കുമ്പോഴാണ് കൂടുതൽ രസം തോന്നണം. പക്ഷേ ഞാൻ ഒരു പിങ്ക് സിങ്കോണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, പിന്നീട് നമുക്ക് വേണമെങ്കിൽ പ്ലാന്റ്സ് മാറ്റി സെറ്റ് ചെയ്യാമല്ലോ. എന്തായാലും എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വൈറ്റ് പോട്ടിൽ ഞാനൊരു അലോക്കേഷൻ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോയതാണേ. അതുകൂടി നമുക്ക് ഈ വൈറ്റ് പോട്ട്സിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അവരും അവിടെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കട്ടെ അല്ലേ. ഇത്രയും നാൾ ഒറ്റയ്ക്കല്ലേ ഇരുന്നത്. അപ്പോൾ ഇനി ഒരുമിച്ച് ഇവരുടെ കൂട്ടത്തിൽ
ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ നല്ല രസമുണ്ട്. വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു വൈറ്റ് പെയിൻറ്റ് നമ്മുടെ സ്റ്റാൻഡിന് കൊടുക്കണേക്കാളും ഈ പെയിൻറ്റ് തന്നെയാണ് സ്യൂട്ട് ആവുന്നതല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ഇടണം കേട്ടോ. എങ്ങനെയുണ്ട്, നീ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറയണേ. ഇനിയും നമുക്കിവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് കൂടെയൊക്കെ ചെയ്യാനുണ്ട്. ഈ AI പറഞ്ഞത് നമ്മുടെ തറയിൽ പെബിൾസൊക്കെ ഇട്ട് ഒരു പാത്തുവേയൊക്കെ സെറ്റ് ചെയ്യാനാണേ. അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കീശ കാലിയാവും. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിന് നിൽക്കുന്നില്ല. എന്തായാലും വഴിയെ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്.